നമസ്കാരം. ഇന്ത്യയിലെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. യൂട്യൂബിൽ ഇനി മുതൽ EVM എന്ന് സെർച്ച് ചെയ്താൽ പേജിന്റെ മുകളിൽ ഒരു സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നതാവട്ടെ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കും. ഇതിനെ കോണ്ടെക്സ്റ്റ് പാനൽ എന്ന ഒരു പ്രത്യേക ഫീച്ചറായാണ് യൂട്യൂബ് വിശദീകരിക്കുന്നത്. മെറ്റ എക്സ് പ്ലാറ്റ്ഫോമുകളോടും EVMകളുമായി വരുന്ന വാർത്തകൾക്കും വീഡിയോകൾക്കും താഴെ ഡിസ്ക്ലൈമർ എഴുതിയിടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇനി പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വഴി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുത്തേക്കാം എന്നുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നിലവിൽ യൂട്യൂബ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്ലൈമർ നൽകി തുടങ്ങിയിരിക്കുന്നത്. EVMകളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്നതടക്കം ഏകദേശം 70ഓളം വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു അനിഷ്ടം അവർ യൂട്യൂബിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. EVMകളിൽ എങ്ങനെ കൃത്രിമ പണി നടത്താൻ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകളും യൂട്യൂബിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇടപെടലിലൂടെ യൂട്യൂബിനെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നതും അവർ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നതും. എന്തായാലും EVM VVPAT സിസ്റ്റത്തെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന വീഡിയോകൾ ഉൾപ്പെടെ യൂട്യൂബിൽ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് യൂട്യൂബിന്റെ അധികൃതർ മറുപടി നൽകാൻ വിസമ്മതിച്ചതും ഇത്തരത്തിലുള്ള ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പാനൽ, ഒരു പ്രത്യേകമായ മോണിറ്ററിംഗ് പാനൽ വരുന്നത് ആദ്യമായിട്ടാണ് എങ്കിൽ പോലും മറ്റ് പല രാജ്യങ്ങളിലും ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ യൂട്യൂബ് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ചന്ദ്രനിൽ മനുഷ്യനിറങ്ങിയ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും പല രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഡിസ്ക്ലൈമർ നൽകാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് ആദ്യമാണ്. അതും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ കൃത്യമായും ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.